പണത്തിന്റെ സ്വാധീനമൊക്കെ അങ്ങനെയൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ദിലീപ് കുറ്റം അല്ല, നമ്മൾ നിയമത്തെ ആദരിക്കുന്ന, നീതി സംവിധാനത്തെ ആദരിക്കുന്ന സമൂഹമാണ്. അവിടെ ഒരു കോടതി പറഞ്ഞിരിക്കുന്നു ഇയാൾ കുറ്റവിമുക്തനാണ്. നമ്മളത് ആദരിച്ചേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമല്ലോ. അത് തെളിയിക്കാനായിട്ട് ബാധ്യതയുണ്ടല്ലോ. സർക്കാർ എന്താണ് പറഞ്ഞത്, പോലീസ് എന്താണ് പറഞ്ഞത്, ഇതൊരു വലിയ കൊട്ടേഷൻ ആയിരുന്നു എന്ന് ശക്തിയുക്തം പറഞ്ഞവരാണ്. അവർക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടെന്നല്ലാതെ പിന്നെ കാശിന്റെയും എന്താ പറയാ അവരുടെ പിടിപാടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇതും അതുമായിട്ടൊന്നും ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വീട്ടിൽ നിന്ന് പോലും കെട്ടുകണക്കിന് നോട്ടെടുത്തിട്ട് അതിന്റെ ഇംപീച്ച്മെന്റ് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമാ സംഘടനകള് അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും ഒരു നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് ഒരു ആവേശം സിനിമാ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് സ്ത്രീപക്ഷമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു നിഷ്പക്ഷതയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അതിനുള്ള ടൈമുണ്ടല്ലോ. ഒരു അമിതാവേശം അക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല. ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാം. പക്ഷെ അത് ജഡ്ജ്മെന്റ് പോലും വരുന്നതിന് മുമ്പ് അങ്ങനെ കയറി പറയേണ്ടിയിരുന്നോന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം.